ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് സി സണ്ണി ജോസഫ്, വേദിയിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളൊരു പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു ദുർഭരണത്തിൻ്റെ ഒരു കാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതിയ ഒരു യുഗത്തിന് നമ്മൾ തിരശ്ശീല ഉയർത്തുകയാണ്. കേരളത്തിൽ കഴിഞ്ഞൊരു ദശാബ്ദക്കാലം കൊണ്ട് കേരളത്തിൻ്റെ സകല മേഖലകളിലും തരിപ്പണമാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായ ജനരോഷം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇരമ്പി മറിയുകയാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സർക്കാരിനെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നമ്മൾ UDF ജനങ്ങളുടെ മുൻപാകെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരായി. ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. അവർക്ക്, പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ജനങ്ങളുടെ കോടതി. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും തിളക്കമാർന്ന ഭൂരിപക്ഷം UDFന് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ശിക്ഷ വിധിച്ചത്. നമുക്കറിയാം, നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല. ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ്. ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്, അവിടെയെല്ലാം ടീം UDFന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ UDF വരികയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ, അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി UDF വരികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ അജണ്ട വേറൊന്നുമല്ല, ഈ കേരളത്തിന്റെ ഭാവിയാണ്. രാഷ്ട്രീയം പറയും, നമ്മൾ പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയും, മറുപടി കൊടുക്കേണ്ടടുത്ത് കൃത്യമായ മറുപടി പറയും. അതിനേക്കാൾ നമുക്ക് പ്രധാനം വരാനിരിക്കുന്ന തലമുറയാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അവർക്ക് വിദേശത്ത് പോയി പഠിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി UDF ഈ രാജ്യത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ പ്രഗത്ഭരുമായി, വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത വലിയ പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്തു കളഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ആ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടിയാണെന്നാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യും, ഖജനാവ് നിറയ്ക്കും. പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ പണമുണ്ടാകും. വികസന പരിപാടികൾ നടത്താൻ, ജനക്ഷേമ പരിപാടികൾ നടത്താൻ, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ,
അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ, അവന്റെ സങ്കടങ്ങൾ അവസാനിപ്പിച്ച് അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? ഞാൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? പണ്ടൊരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങിയതാണ്. 10 കൊല്ലമായി കാസർഗോഡത്തെ മെഡിക്കൽ കോളേജിൽ OP മാത്രമേ ഉള്ളൂ. ആണോ? ജീവനൊക്കെ അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. എന്ത് മെഡിക്കൽ കോളേജാ? UDF വരുമ്പോൾ ഈ വെന്റിലേറ്ററിലായി പോയ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്താൻ വെറുതെയല്ല, നമ്മൾ ഹെൽത്ത് കമ്മീഷനെ വെച്ചു. ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടാണ് UN-ലെ. നിരവധി ഡോക്ടർമാർ ഹെൽത്ത് കോൺക്ലേവ് നടത്തി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തെ മാറ്റി എഴുതും. ഈ ജാഥയുടെ ഇടയിൽ നമ്മൾ ആ ഡോക്യുമെന്റ് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കും. 10,000-കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ പോക്ക് പോയാൽ നമ്മൾ പറഞ്ഞു കേരളം 5 വർഷത്തിനകം വൃദ്ധസദനമായി മാറും. ഈ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ, പുറത്തേക്കൊക്കെ പോകുന്നവർ പോകട്ടെ, പക്ഷെ ഇങ്ങനെ ബൾക്കായി പോകാൻ പാടില്ല. അവർക്ക് പഠിക്കാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും, അവർക്ക് പഠിക്കാൻ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകും. അത് കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെ തൊഴിലുണ്ടാവും. ആ തൊഴിൽ മേഖലയെ മെച്ചപ്പെടുത്താൻ, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ നമ്മൾ ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ടീം, നിരവധി മുൻ വൈസ് ചാൻസലർമാരുള്ള ഒരു ടീം വർക്ക് ചെയ്യാൻ. ആ ഡോക്യുമെന്റ് നമ്മൾ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല. ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ തലമുറയ്ക്ക് കേരളത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റങ്ങൾക്കാണ് UDF തുടക്കം കുറിക്കുന്നത്. അതാണ് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. എല്ലാ രംഗത്തും മാറ്റമുണ്ടാകും. ലോകം മാറുന്നത് അനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും. അതാണ് UDFന്റെ വാക്ക്. വെറുതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്റ്റുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. സ്വപ്ന പദ്ധതികൾ. സ്വല്പ സസ്പെൻസിലിരിക്കട്ടെ, 30 ദിവസമുണ്ട്. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ ഞാൻ പറയുന്നു. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അവരാണ് നമുക്ക് ഏറ്റവും വലുത്. ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ. അവരുടെ കേരളം ഈ കേരളമായിരിക്കില്ല. അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. എന്താണ്? എൻഡോസൾഫാൻ ഇരകൾ ഇവിടെ വന്ന് പണ്ട് മുഖ്യമന്ത്രി 10 കൊല്ലം മുമ്പ് അവരെ കെട്ടിപ്പിടിച്ചതാണ്. ഇപ്പോഴും 1031 പേർ 2024 നിയമസഭയിൽ പ്രഖ്യാപിച്ച ആ പാവങ്ങൾ ഒരാനുകൂല്യവും കൊടുത്തിട്ടില്ല. അതിനുശേഷം നിരവധി എൻഡോസൾഫാൻ ഇരകൾ വന്നു. അവർക്കാർക്കും ഒരു ആനുകൂല്യവുമില്ല. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? ഒരു ചികിത്സാ സൗകര്യം പോലും ഈ കാസർഗോഡില്ല. ഉണ്ടോ? അടയ്ക്ക കർഷകർ സങ്കടത്തിലാണ് കാസർഗോഡ്. അവരെ ഒന്ന് താങ്ങി നിർത്താൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറുവിരൽ അനക്കിയോ ഈ ഗവൺമെന്റ്? ചെയ്തില്ല. വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. ഈ ജില്ലയിൽ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്നോ? കഷ്ടമായി പോയി. അതാണ് വനം മന്ത്രി പറയുന്നത്. ഇവിടെ റോജി എം ജോൺ ഇരിക്കുന്നുണ്ട്. റോജി എം ജോൺ പണ്ട് പറഞ്ഞു, ആനയ്ക്ക് മയക്ക് വെടി വെച്ചപ്പോൾ കൊണ്ടത് ആനയ്ക്കല്ല മന്ത്രിക്കാണ്. മിണ്ടാട്ടയില്ല, ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. പണവും കൊടുക്കുന്നില്ല, പണമില്ല, ഒന്നും ചെയ്യുന്നില്ല. മരിച്ച
മരിച്ചവരുടെ വീട്ടുകാർക്ക് പോയി. ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത ഒരു ഗവൺമെന്റ്, വിധിക്ക് വിട്ടുകൊടുത്തൊരു ഗവൺമെന്റ് എവിടെ പോയി? കാസർഗോഡ് പാക്കേജ് ശ്രീ രമേശ് ചെന്നിത്തല പണ്ടിവിടെ സമരം നടത്തിയതാണ്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2022 300 കോടി പ്രഖ്യാപിച്ചു. ചെലവാക്കിയിട്ടില്ല, ഒന്നും ചെലവാക്കിയിട്ടില്ല. പാക്കേജാണ്. തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്. ഈ വർഷം കാണുന്ന വീട് മൺസൂൺ കഴിയുമ്പോൾ കാണില്ല. തീരപ്രദേശത്ത് തീര ശോഷണമാണ്. 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. പല വട്ടമായി ഗവൺമെന്റ്. ഞങ്ങൾ എഴുതി ചോദിച്ചു, എത്ര രൂപ ചെലവാക്കി? വട്ട 0. 12,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് ഒരു പൈസയും ചെലവാക്കിയിട്ടില്ല തീരപ്രദേശത്ത്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും തേങ്ങ സംഭരണം, നാളികേരത്തിന്റെ സംഭരണം നടന്നില്ല. റബ്ബറിന് വില കൂട്ടിക്കൊടുത്തില്ല. കാർഷിക മേഖല മുഴുവൻ തകർന്നു. ആരോഗ്യ മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ, കാർഷിക മേഖലയെല്ലാം രക്ഷിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, വ്യവസായ മേഖലയെ, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ എല്ലാം മാറ്റിയെഴുതാൻ, കേരളത്തിന്റെ കഥ തന്നെ മാറ്റിയെഴുതാൻ ആണ് UDF വരുന്നത്. നല്ല തയ്യാറെടുപ്പോടുകൂടി, മികച്ച ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം അഭിമാനമായ മലയാളികളായ ആളുകളുടെ, വൈദഗ്ധ്യമുള്ളവരുടെ പിന്തുണയോടുകൂടി ഉള്ള പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ മാറ്റം, അതാണ് ഈ UDFന്റെ വാക്ക്. ആ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവരെല്ലാം, ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇവിടുത്തെ നേതാക്കളെല്ലാം വിശദമായി സംസാരിച്ചു. ഈ ദുർഭരണത്തിനെ ജനങ്ങൾ വെറുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോളാൻ പറഞ്ഞു. എന്താ കാര്യം? അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോ. നമ്മളെക്കാൾ ആഗ്രഹത്തിലിരിക്കുകയാണ് അവർ. ഇവരെ ഈ അധികാരത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് ഇറക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. എന്താ കാര്യം? അവർ വിചാരിച്ചത് ഇടതു വന്നാൽ നല്ലതായിരിക്കും, ഇടതു വന്നാൽ പുരോഗമനപരമായിരിക്കും, നാട് നന്നാവും. ആത്മാർത്ഥമായി ചിന്തിച്ചവരാ. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഇവരിടതല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. ആരാ ഇടത്? നമ്മളാണ് ഇടത്. നെഹ്റുവിയൻ ലെഫ്റ്റാണ് നമ്മൾ. മാറ്റങ്ങളുടെ കൂടെ നിൽക്കുന്നവർ. ഒരു കാര്യം എല്ലാവരോടും പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ജയിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാൽ. പക്ഷെ കേരളത്തിലെ UDFന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF നട്ടല് നിവർത്തി നിന്നതിനെ ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ഈ വർഗീയമായി കേരളത്തെ ഭിന്നിപ്പിച്ച് ഈ കേരളത്തെ തകർക്കാൻ UDF ഒരു കാരണവശാലും സമ്മതിക്കില്ല. നമ്മുടെ കൊച്ചുങ്ങളെ ഓർത്താണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാചകമാണ്. പിണറായി വിജയനും VD സതീശനും നമ്മളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഓർമ്മ മാത്രമാവും, ചിലപ്പോൾ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ കേരളമുണ്ടാകും, നമ്മുടെ കൊച്ചുക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു നടപടിക്കും നമ്മൾ പിന്തുണ കൊടുക്കില്ല. കേരളത്തിലെ CPM ഇപ്പം നടത്തുന്നത് സംഘപരിവാറിൻ്റെ അതേ പാതയിൽ സഞ്ചരിക്കുന്നു. സംഘപരിവാർ അത് ചെയ്താൽ നമുക്ക് അത്ഭുതമില്ല. കാരണം എന്താ? അവരുടെ പണി ഇതാണ്. എവിടെ ചെന്നും മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അല്ലേ? പക്ഷെ CPM അതേ പാതയിൽ പോവുകയാണ്. BJP ചെയ്തത് എന്താണ്? അത് തന്നെയാണ് CPM ചെയ്യുന്നത് എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നടക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തമറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് CPM ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട. അവിടെയെല്ലാം കേരളത്തെ രക്ഷിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ടീം UDF ഉണ്ടാകും, വിട്ടുവീഴ്ചയില്ലാതെ. അതാണ് നമ്മുടെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല, അതിൽ കോംപ്രമൈസ് ഇല്ല. വർഗീയത ആര് പറഞ്ഞാലും അവർക്കെതിരായി
തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും അവരെ ചോദ്യം ചെയ്യും, ഒരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ നിലപാട്. നമ്മൾ ഒരുമിച്ച് നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിമാനത്തോടു കൂടിയാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ജയിച്ചത്. ടീം UDF അല്ലേ? ആ ടീം UDF ഒരു സംശയവും വേണ്ട, 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വന്ന് കേരളത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഉദ്ഘാടന പരിപാടി ഗംഭീരമാക്കി തീർത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നൽകുന്ന ഈ ആവേശം വരുന്ന 30 ദിവസക്കാലം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംവദിക്കാനുള്ള ഊർജം കൂടിയാണ് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ നൽകിയ സ്നേഹപൂർവമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മായനാജി